ഇതല്ലയാ ആകപ്പാടെ വിഷമിച്ചിരിക്കുന്നത് എന്താണ്? ഒന്നും പറയണ്ട അറിയാ. വാ ഞാൻ പറഞ്ഞുതരാം. വാ അളി, ഈ എണ്ണയുടെ വില കൂടിയപ്പോഴേ തെങ്ങേറ്റക്കാർ കൂലിയും കൂടിയോ? അതെന്താ ഇപ്പൊ ഇവിടെ പറയാൻ? അതെ, ഇന്ന് നമ്മുടെ കുട്ടൻ വീട്ടിൽ തേങ്ങ പറിക്കാൻ വന്നായിരുന്നു. 5 തെങ്ങ് കയറിയതിന് അവൻ 400 രൂപ വാങ്ങി. അതായത് ഒരു തെങ്ങ് കയറുന്നതിന് അവൻ 80 രൂപ. അവൻ പറഞ്ഞതേ ഒരു ദിവസം അവൻ മിനിമം 50 തെങ്ങയിലും കയറുന്ന പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം അവന് 4000 രൂപ. അവനെ ശനിയോ ഞായറൊന്നും ഇല്ല. അപ്പം മാസം 30 ദിവസം. അപ്പൊ എത്രയായി? 1,20,000 രൂപ. നിങ്ങക്ക് എത്ര ശമ്പളം? എനിക്കൊരു 50 രൂപ ശമ്പളം ഉണ്ട്. ടാക്സും PF എല്ലാം എത്ര കിട്ടും? കട്ടിങ് ഷേവിങ് കൂടെ എല്ലാം കഴിഞ്ഞാൽ ഒരു 10-30 രൂപ കൈ വരും. അത്രേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾക്ക് തെങ്ങാറ് അറിയാവോ? ഇല്ല. പഠിക്കാൻ വിട്ടപ്പോൾ പഠിച്ചില്ല, എന്നാ തെങ്ങാറ് അറിയത്തില്ല. നമുക്ക് ടാക്സും TDSും PF എല്ലാം കഴിഞ്ഞ് നക്കാപ്പിച്ച് വല്ലതും കിട്ടും. അവൻ അവന്റെ ബോസാണ് നിൽക്കുകയാണ്. ആരെയും പേടിക്കാനുമില്ല. ഒന്നും പറയാനും. നമുക്ക് പറ്റിയതോ പറ്റി. ഇനി പിള്ളേരെങ്കിലും തെങ്ങാറ പഠിപ്പിക്കണം. ഒരു മിനിറ്റ്, നിങ്ങളാരെ വിളിക്കുന്നത്? ഞാൻ സിമിനെ ഒന്ന് വിളിക്കട്ടെ. എന്തിനാ? അവളെ സ്കൂളിലേക്ക് പോയേക്കുക, പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി. ഇതിലും ഭേദം അവന്മാർ ആ പണി പഠിപ്പിച്ചാ പോരെ. അത് നല്ലൊരു ഇതായിരിക്കും.